ഇന്ന് നമ്മളെ കൂടെയുള്ള ഗസ്റ്റ് കുതിരത്താണ്. കുതിരത്ത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പരിചിതനായിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ പുതുതലമുറയെ എഴുത്തിലേക്ക് സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എഴുത്ത്, വായന അത് നമുക്ക് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത്. അപ്പോൾ ആ ഒരു സമീപനത്തിൽ നിന്ന് ഇപ്പോഴത്തെ പുതിയ വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് കോളേജ് പരിപാടികളിലൊക്കെ സജീവമായിട്ട് വിദ്യാർത്ഥികളെ എഴുത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇൻസ്ട്രീമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫസ്റ്റ് തന്നെ നിങ്ങളോട് ചോദിക്കാനുള്ള എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ ലാസ്റ്റ് നിങ്ങളെ പേജിൽ പോസ്റ്റ് ചെയ്തു, നിങ്ങൾ വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ഉപ്പാക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ബെൻസ് എടുത്തത്, കാർ എടുത്തത്. ആ സ്റ്റോറി നമുക്ക് അതിന് തുടങ്ങാം. എന്താണ് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി? അത് വളരെ മനോഹരമായിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ കാണുന്ന ഉപ്പ എന്ന് പറയുന്നത് കഴിഞ്ഞ ഉപ്പ 16-ാമത്തെ വയസ്സിൽ 18 വയസ്സായി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ കയറാൻ പറ്റും. അങ്ങനെ ടിക്കറ്റ് എടുത്ത് പോയൊരു മനുഷ്യൻ അവിടുന്ന് അവരേ വീട്ടിൽ ഇത്രയും കാലം നിന്ന് എന്നെ പഠിപ്പിച്ച പോലെ തന്നെ എൻ്റെ 2 അനിയന്മാരും ഇപ്പം അനിയത്തിനെയും ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇപ്പം അവിടുന്ന് പോരാതിരിക്കാനുള്ള ഒരു കാരണം അനിയത്തിനെയും കൂടി ഈ ഒരു ഇത് വരാതിരിക്കാൻ, അതായത് മക്കളുടെ ഇടയിൽ ഒരു പക്ഷഭേദം കാണിച്ചെന്ന് തോന്നാതിരിക്കാനാണ് ഇപ്പം ശരിക്കും ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. അപ്പം അങ്ങനെയും നമ്മളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഉപ്പാടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇപ്പം നമ്മൾക്ക് വേണ്ടി തന്നതെന്ന് വെച്ചാൽ നമ്മളെ പഠിപ്പിച്ചു. പിന്നെ ഇപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പം വാങ്ങി കൂട്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉപ്പാക്ക് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒന്നും വാങ്ങി കണ്ടിട്ടില്ല. നമ്മളെ നിൽക്കുന്ന വീട് ഉപ്പാക്കുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു ചെരുപ്പ് എടുക്കുകയാണെങ്കിൽ ചിലപ്പം ഞാൻ കണ്ടിട്ടുണ്ട് VKCയുടെ ഒക്കെ 300 ചെരുപ്പാണ് ഇപ്പോൾ നോക്കിയെടുക്കുക. അപ്പം ഞാനിടുന്ന ചെരുപ്പ് ചിലപ്പോൾ ഒരു 1000 രൂപയുടെ ചെരുപ്പ് വയ്ക്കും. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു സാധനം ഉള്ളിൽ കിടക്കും. പക്ഷെ ഇപ്പം അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. ഷർട്ട് ഇടുകയാണെങ്കിലും 2-3 ഷർട്ട് ഇങ്ങനെ മാറ്റിയിടുന്നത് കാണാം. അപ്പോൾ അത് കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഞാനാണ് വീട്ടിലേക്ക് ആദ്യത്തെ ഒരു കാറ് വാങ്ങുന്നത്. അത് ഒരു പക്ഷേ എനിക്ക് ആക്സിഡൻ്റ് ആയതിൻ്റെ പേരിൽ പിന്നീട് യാത്രയുടെ ആവശ്യത്തിനും വീട്ടിലേക്ക് ഒരു വണ്ടി എന്നുള്ള രീതിയിൽ ആദ്യം എടുക്കണം. അപ്പം ഞാനും ഉപ്പയും സംസാരങ്ങൾ വളരെ കുറവാക്കും. ഒരു ലാസ്റ്റായിട്ട് ഉപ്പ ഗൾഫിലേക്ക് പോയ അന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്തില്ലേ നന്നായി എന്നൊക്കെയുള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ നല്ല വണ്ടിയാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പിന്നെ ദുബായിൽ ബെൻസൊക്കെ ഓടിക്കലുള്ളൂ, അവിടെ മേഴ്സിഡീസൊക്കെ ഓടിക്കലുള്ളൂ. അപ്പം എനിക്ക് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ തോന്നിയതാണ്, എന്നാൽ പിന്നെ ഉപ്പാക്കൊരു ഇപ്പം നാട്ടിൽ വരുന്ന സമയത്ത് ഇപ്പം ബെൻസ് കുറഞ്ഞൊരു വണ്ടി ഓടിക്കരുതെന്നുള്ളത്. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല, അതായത് സ്റ്റാർട്ടിങ് ആയിരുന്നു. പക്ഷേ ഇന്ന് വരെ ഞാൻ എൻ്റെ എല്ലാ നയിപ്പും ഉണ്ടാവില്ല, ആ നയിപ്പിൽ നിന്ന് നയിച്ചുണ്ടാക്കിയൊരു കായ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ കായിട്ട് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം നേടി. ഇപ്പോഴും അത് ഫുൾഫില്ലായിട്ടില്ല, ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് വീഡിയോ കോളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ വരുന്ന ആ മൊമെൻറ്റിനാണ് ഞാൻ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നത്. എന്താ പറയുക, അത്രേ ഉള്ളൂ. അത് ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാനുള്ളത്. അതിനപ്പുറത്തേക്ക് പലപ്പോഴും ബെൻസെടുത്ത് പലരും ചോദിച്ചു എന്തെങ്കിലും പ്രതികാരം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ബെൻസൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ പറയും ഇന്നൊരിക്കലും അത്തരത്തിലൊരു മെറ്റീരിയൽ കൗതുകപ്പെടുത്താറില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഫോണോ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയൊന്നും അങ്ങനെ ഒരു ബ്രാൻഡഡ് സാധനമല്ല. പക്ഷെ എൻ്റെ ഉപ്പ അങ്ങനെ ഒരു ആഗ്രഹം പോലെ പറഞ്ഞു കേട്ടപ്പോൾ അത് നേടിക്കൊടുക്കുക എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിൽ കയറിയതാണ്. അതിൻ്റെ ഒരു സാക്ഷാത്കാരം മാത്രമാണ് ആ ബെൻസ്. അടിപൊളി. അപ്പോൾ ആ ഒരു ഇമോഷന് നിങ്ങളെ മുഖത്തുനിന്ന് മനസ്സിലാവുന്നുണ്ട്. ആ ഉപ്പാക്ക് എടുത്തു കൊടുക്കണേ. ഞാൻ ആ സ്റ്റോറി ഞാൻ വായിച്ചിരുന്നു ഫുള്ളായിട്ട്. അത് വായിച്ച സമയത്ത് കറക്റ്റാണ്. എൻ്റെ ഫാദറും അതേപോലെയാണ്, സെയിം സാധനം. ഒരു കറക്റ്റ് ഒരു ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഫാദറും എനിക്കത് നല്ല കണക്റ്റായി ആ സാധനം. പിന്നെ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകുമ്പോഴേ, പ്രത്യേകിച്ച് നമ്മളെ പേരൻസ്, നമ്മളെ ഉമ്മ ആയാലും ഉപ്പായാലും, പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് നിങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളോട് ഇടപഴകുന്ന ഒരാളാണ് പല കോളേജ് പരിപാടികളിലൊക്കെ ആയിട്ട്. അവരോടുള്ള പേരൻസിനോടൊരു സമീപനമുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ. ഇപ്പോൾ ഈ അടുത്ത കുറച്ച് കാലം മുമ്പാണ് സ്വന്തം രക്ഷിതാവ് അത് മകൻ്റെ കത്തിക്ക് വിധേയമാകേണ്ട ഒരവസ്ഥ വന്നത്. അത് വല്ലാത്തൊരവസ്ഥയാണ്. സ്വന്തം ഒരു ഉമ്മ പ്രസവിക്കണ കുഞ്ഞെന്നെ ആ ഉമ്മനെ കൊല്ലുക എന്ന് പറഞ്ഞത് അത് വല്ലാത്തൊരു അവസ്ഥയാണ്. എന്താണ് അതിപ്പോൾ ഈ കുറഞ്ഞ കാലം മുമ്പ് പ്രത്യേകിച്ച് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നാണ് വല്ലാതെ അത് ഈ ഒരു കഴിഞ്ഞ 6 മാസം മുമ്പാണ് വല്ലാതെ അതിൻ്റെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു വിദ്യാർത്ഥികളുടെ ആറ്റിറ്റ്യൂഡ്? കുറേ കോളേജ് പരിപാടിക്കും പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്താണ് ഒരു കാഴ്ചപ്പാട് നിങ്ങൾ കാണുന്നത്? എന്താണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാനുള്ളൊരു കാരണം? എല്ലാ കാലത്തും ലഹരികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ
വല്യമ്മമാർ മുറുക്കാൻ നിന്നത് വളരെ നോർമലൈസ് ചെയ്യപ്പെട്ടിരുന്നു. അതെ അതെ. അല്ലെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നമ്മളെ കാരണവന്മാർ വീടിന് മുറ്റത്ത് നിന്ന് സിഗരറ്റ് വലിക്കുന്നത് വളരെ നോർമലൈസാണ്. ബാത്റൂമിൽ പോകുമ്പോൾ സിഗരറ്റ് ഇട്ട് പോകുമ്പോൾ വലിച്ചു വരിക എന്നുള്ളത്. അന്ന് എൻ്റെ ഒരാൾ കഞ്ചാവ് വലിച്ച് മരിച്ചു എന്ന് പറഞ്ഞ വലിയ സംഭവമായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇപ്പോൾ പുതിയ മെത്തോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മീൻസ് കെമിക്കൽസിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പം വലിക്കുന്ന ആളുകൾ പറയാറുണ്ടെന്ന് കഞ്ചാവൊന്നും അത്ര പ്രശ്നമല്ല, അത് ഭയങ്കര ഓർഗാനിക്കാണ്. അപ്പം കാലഘട്ടം പലപ്പോഴും ചിലതിനെ വളരെ നോർമലൈസ് ചെയ്യും. അപ്പം പുതിയ കാലത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ കുട്ടികളുടെ ഉള്ളിൽ നന്മയില്ല എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കണില്ല. നന്മ തീർത്തുമുണ്ട്. പക്ഷെ അവരാ സ്വബോധത്തിൽ നിന്ന് തെന്നിക്കുന്നതായിട്ടുള്ള കൂട്ടുകെട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അതിന് ഞാൻ കണ്ട ഒരു വലിയ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പുതിയ കാലത്തെ പാരൻറ്റിങ്ങിലുള്ള ചെറിയ മിസ്റ്റേക്കും ഉണ്ട്. അതായത് ഈ മക്കൾക്ക് അവരുടെ സമയവും അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് എപ്പോഴും അവരുടെ ലോൺലിനെസ്ക്ക് വിടുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഇവർ ഇങ്ങനത്തെ ഒരു കൂട്ടുകാർക്ക് ഇതിലേക്കൊക്കെ പോകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു എന്താ പറയുക +2 പഠിക്കുന്ന ഒരു പയ്യന് +2 10ാം ക്ലാസ്സിൽ ജയിച്ച് വിചാരിക്കാം. അപ്പോൾ ആ ആളെ ചിലപ്പം പാർട്ടിക്കാരെല്ലാവരും കൂടി പോയിട്ടൊരു പൊന്നാടൊക്കെ ഇട്ടിട്ട് സ്വീകരിക്കും അല്ലേ, അയാൾക്ക് +2 കിട്ടി. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അന്നേ വരെ ആ കുട്ടിക്ക് പഠിക്കാൻ ഒരു പെൻസിൽ പോലും വാങ്ങി കൊടുത്തിട്ടില്ല. അപ്പോൾ അല്ലെങ്കിൽ നാട്ടിലൊരാളെ ഒരു കെമിക്കൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രഗ് അടിച്ച് പിടിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കാറ് ആ മനുഷ്യന് നല്ല രീതിയിൽ വളരാനുള്ള ഒരു സാഹചര്യം ആ വീട്ടുകാർക്കോ ആ നാട്ടുകാർക്കോ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. നല്ലൊരു ക്ലബ്ബില്ലാത്ത നാടുകളുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക പണ്ടൊക്കെ കൂടലുകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള കൂടലുകളിൽ നിന്നൊക്കെ വേറിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ സൗഹൃദങ്ങൾ നമ്മൾക്കൊക്കെ മെയിൻ ആവശ്യം ഇപ്പം ഹാപ്പിനെസ് അല്ല. ഹാപ്പിനെസ് കിട്ടാൻ വളരെ എളുപ്പമാണ്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് സ്വയം കണ്ടെത്താം. ലൈക്ക് ഇപ്പോൾ വായ നോക്കുന്ന ഒരാളെ വിചാരിക്കുക, അയാൾക്കൊരു പെൺകുട്ടിയെ കണ്ടാൽ ഇപ്പോൾ അയാൾ ഹാപ്പിയാവും, മനസ്സിലായോ? പക്ഷെ ആനന്ദം അങ്ങനെയല്ല, അതതിൻ്റെ തുടർച്ചയാണ്, ഒരു ഹാപ്പിനെസ്സിൻ്റെ തുടർച്ചയാണ്. ആ തുടർച്ച കിട്ടാൻ ആണ് പലപ്പോഴും ആളുകൾ ഡ്രഗ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യും. ഇത് മാറിയ ഒരാൾക്ക് മുമ്പിൽ നിൽക്കുന്ന വാപ്പയല്ല മുമ്പിലൊന്നുമില്ല. പക്ഷെ അതല്ലാത്ത ഞാൻ ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത് ഈ ജനറേഷനിലാണ്. അവർക്ക് സ്നേഹമില്ലാന്നോ അവർ നമ്മളെക്കാൾ നന്മയുള്ള ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എപ്പോഴും ഒരു തിന്മയായിട്ട് ലഹരി ഉണ്ടെന്നുള്ളതാണ്. നമ്മളെ ഈ കോളേജ് പരിപാടികൾ വളരെ നിങ്ങൾ പോണ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ മനോഹരമായിട്ട്. പ്രത്യേകിച്ച് നിങ്ങളെ സ്റ്റോറി കേൾക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് കോളേജ് പരിപാടികളൊക്കെ. പക്ഷേ കോളേജ് പരിപാടികളിൽ തന്നെ അത് വേറൊരു തരത്തിലും പോകുന്നുണ്ട്. എന്തിനാന്ന് അറിയില്ല, ഒരു പക്ക ഒരു എൻജോയ്മെൻറ്റും നമുക്ക് വേണം, അതെന്തായാലും നിർബന്ധമാണ്. കോളേജ് ആകുമ്പോൾ എൻജോയ്മെൻറ്റ് കിടക്കണം. പക്ഷെ അതൊരു അതിര് കിടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഓണപ്പരിപാടി മുതൽ അങ്ങോട്ട് നോക്കുകയാണ് നമ്മൾ. വളരെ ക്രിയേറ്റീവായിട്ടാണ് നമ്മൾ വിദ്യാർത്ഥികളൊക്കെ ചിന്തിക്കുന്നതും ചെയ്യണതും. പക്ഷെ അത് വേറൊരു ലെവൽക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? നമ്മളാരാ അതിരിടാൻ? അതാണ് എൻ്റെ ഉത്തരം. നമ്മൾ ആരുടെയും സന്തോഷത്തിൻ്റെ അതിരിടുന്നില്ല. നമുക്ക് സൊസൈറ്റിയുടെ തിന്മകളെ എതിർക്കാം, ഒരാളുടെ അവകാശങ്ങളെ നമ്മളൊരിക്കലും എതിർക്കേണ്ടതില്ല. നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ചില പ്രോഗ്രാമുകൾ വെക്കുമ്പോൾ ഇഫ്താർ വെക്കാൻ പോലും പെർമിഷൻ കിട്ടിയിരുന്നില്ല. ഇഫ്താർ ഒരു തിന്മുള്ള സാധനമല്ലല്ലോ, പക്ഷെ അതിന് പോലും അവിടെ ഒരു പെർമിഷൻ കിട്ടിയിരുന്നില്ല. അപ്പോൾ പുതിയ കാലത്തെ മക്കൾ അത് പറയുമ്പോൾ നമ്മളവരെ എതിർക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് നമ്മളെ എതിർത്ത ആളുകളും ചെയ്യുന്നത് ഒരേ പണിയാണ്. പക്ഷേ ഈ പറയുന്ന മക്കളെ എന്താണ് തെറ്റെന്നും എന്താണ് ശരിയെന്നുള്ള വേർതിരിച്ച് നിർത്താനുള്ള വിവേകമുള്ള മനുഷ്യരാക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് കോളേജുകൾ ചെയ്യേണ്ടത്. അതിൽ പരാജയപ്പെടുമ്പോഴാണ് അത് അതിര് കവിയുന്നത്. അതല്ലാതെ പ്രോഗ്രാമുകളല്ല. ഞാൻ പറയുന്നത് ഒരു സാമ്പാറേറ്റവും ടേസ്റ്റ് ആവാത്ത എല്ലാ കഷ്ണവും അടിപൊളിയാകുമ്പോഴാണ്. അല്ലാതെ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് പോയൊരു പ്രോഗ്രാമിലാണെങ്കിൽ ഞാൻ കഥ പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾ നല്ലൊരു മ്യൂസിക്കൽ കൺസെർട്ട് വെക്കണം. എല്ലാ തരത്തിലുള്ള ആനന്ദത്തിനും ലോകത്ത് ഒരേ പ്രാധാന്യമാണ്. നന്നായിട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കുക, പാടാൻ ഇഷ്ടമുള്ളവർ പാടുക, അങ്ങനെ അവരവരുടെ ഇഷ്ടങ്ങളിൽ നിൽക്കാൻ പറ്റണം. ഞാനൊരിക്കലും എൻ്റെ കഥ കേൾക്കാൻ ഒരു മനുഷ്യനെ പിടിച്ചിരുത്തേണ്ടതില്ല. അല്ലെങ്കിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരാൾ വേറെ എന്തോ ടോപ്പിക്ക് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പാടിക്കൊണ്ടിരിക്കുക, അവിടെ വേറെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പാടുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആണ് അയാളുടെ സംസാരം. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അയാൾ സംസാരിക്കേണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണമെങ്കിൽ മാറി ഇരുന്ന് പാടാം, അല്ലെങ്കിൽ ഞാൻ പാടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അയാൾക്ക് അവിടെ നിന്ന് മാറി ഇരുന്ന് സംസാരിക്കാം. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതിന് ആവശ്യമുള്ളൂ. അല്ലാതെ ഒരാളുടെയും ശരികളെ നമ്മൾ പോയി തടുക്കേണ്ടതില്ല. പിന്നെ അതേപോലെ തന്നെ ഈ പുതിയ കാലത്തെ വിദ്യാർത്ഥികളെ അവരുടെ വായനാശീലം, അതില്ലെങ്കിൽ എഴുത്ത്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നിങ്ങളെ പോലെ തന്നെ ഒരുപാട് ന്യൂ ജനറേഷൻ ആയിട്ടുള്ള എഴുത്ത് വരുന്നുണ്ട്. പക്ഷെ അതിൽ ആളുകൾ കുറവാണ്. എല്ലാവരും ഇപ്പോൾ വീഡിയോഗ്രാഫിയിൽ വിഷ്വലി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, അത് കാണാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷെ നിങ്ങൾ ഇതിനെ
വരികൾ ചെറിയ വരികൾ ഉണ്ടാവുള്ളൂ, പക്ഷെ വളരെ മനോഹരമായിട്ട് നിങ്ങൾ എഴുതുന്നുണ്ട്. എന്താണ് പുതിയ കാലത്തെ ഈ ഒരു എഴുത്തിനെ പറ്റി നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ കാലത്ത്? ഞാനെപ്പോഴും ആളുകളോട് പറയാറുള്ളൊരു കാര്യം, ചില ആളുകളുണ്ട് എനിക്ക് എഴുത്തുകാരനാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു പക്ഷേ ഫിക്ഷണലായിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് അതൊരു സാഹിത്യ വാസന ഉണ്ടാവും അവർക്ക്, അവരത് ചെയ്യുന്ന മനുഷ്യരുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരുടെ ഉള്ളിലും എല്ലാ ടാലൻറ്റും ഉണ്ടെന്നുള്ള, നമ്മൾ അതിനെ എങ്ങനെ പോളിഷ് ചെയ്തെടുക്കണമെന്നുള്ളതാണ്. അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ജീവിതാനുഭവങ്ങൾ എഴുതുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ ഞാൻ കൂടുതൽ എഴുതുന്ന എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതുന്ന ആളുകളോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ എഴുതാൻ വേണ്ടി ഒന്നും എഴുതാതിരിക്കുക എന്നുള്ള. ശരിക്കും നിങ്ങൾക്ക് എഴുതാൻ തോന്നുമ്പോൾ എഴുതുമ്പോൾ അത് ഉള്ളുന്നാവുമ്പോൾ അതിനൊരു ഡെപ്ത് ഉണ്ടാവും, അതിന് നല്ലൊരു ബ്യൂട്ടി ഉണ്ടാവും. എന്തുകൊണ്ട് ഞാൻ ഉപ്പയുടെ കഥ എഴുതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫിൽ ഞാൻ പറയുന്നത് ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമ്പോൾ തുടരാമെന്ന് പറയുന്നുണ്ട്. കാരണം അത് വായിച്ച് കുറേ ആൾക്കാർ കരഞ്ഞു പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ അത് എഴുതിയ ഞാനും കരഞ്ഞിട്ടുണ്ട് കുറേ പകുതിയെത്തിയപ്പോൾ, എനിക്ക് ബാക്കി എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറയണത്, നമ്മൾ സൊസൈറ്റിനോട് നമ്മൾ വളരെ ജെന്യൂനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യാൻ മാത്രം പാകപ്പെട്ട മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളതൊക്കെ. നമ്മളെന്താണോ എക്സ്പ്രസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ. പക്ഷെ അതിനകത്ത് നമ്മളത് കൺവേ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടാണ് ഭാഷയാണ്. അതെ, അതാണ് എൻ്റെ തടസ്സം. അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റും, ഭാഷയാണ് തടസ്സം. ഇപ്പം എനിക്ക് ഇമോഷൻസ് ഉണ്ടാവും, നമ്മൾ ആളുകളോട് അത് പറയുന്നുണ്ടാവും, പക്ഷെ എഴുതാൻ പറ്റാത്തത് ഭാഷയാണ് അതിന് തടസ്സം വരിക. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ അറബി മദ്രസയിൽ പഠിക്കണ കാരണം നമ്മൾ സ്വാഭാവികം അറബിക്കിനെ ഇരുത്തുക. എൻ്റെ അമ്മ കാണിച്ചൊരു നന്മ എന്താണെന്ന് വെച്ചാൽ 8ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞെങ്കിൽ മലയാളത്തിൽ ഇരുന്നാൽ മതി. ഞാൻ മലയാളത്തിൽ കയറിയപ്പോൾ എനിക്ക് മാർക്ക് 1-2, കാരണം മലയാളം ഒരിക്കലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതേ ഞാൻ +2 കഴിയുമ്പോൾ എനിക്ക് ആ 100 മാർക്ക് വാങ്ങാൻ പറ്റി മലയാളത്തിൽ. അപ്പോൾ ശരിക്കും ഉമ്മ പറയാറുള്ളത്, മദ്രസയിൽ ഈ അറബി വേറെ പഠിക്കുന്നുണ്ട്, അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ മാതൃഭാഷ പഠിക്കലെന്നുള്ള. അങ്ങനെ പഠിപ്പിച്ചതിൻ്റെ നമുക്കൊരു എഴുതാനൊരു കാര്യം വിചാരിക്കുമ്പോൾ മനസ്സിലുള്ളത് എഴുതാൻ നമ്മൾ ഭാഷാപരമായിട്ട് എന്ത് ചെയ്യാണ്ട് നമ്മൾ വളരേണ്ടതുണ്ട്. ആ വളർച്ചയ്ക്ക് വേണ്ടത് നമ്മൾ ഫീഡ് ചെയ്യണം, നമ്മൾ കൊടുക്കണം ഉള്ളിക്ക്, അത്രേ ആവശ്യമുള്ളൂ. ബാക്കി ഉള്ളിലുള്ളതൊക്കെ എല്ലാവർക്കും എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. അതിൻ്റെ തടസ്സം പലപ്പോഴും ഭാഷ മാത്രം. അടുത്ത ചോദ്യം ഞാൻ കണ്ടിട്ടുള്ളത്, മനുഷ്യരായിട്ട് ഭയങ്കരമായിട്ടുള്ള കണക്ഷന് സൂക്ഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും, പോരായ്മകൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ അപ്പുറത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിനെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ലെവൽക്ക് പോകുന്നത് കാരണം? ഞാൻ ഇതുള്ളൂ എത്ര ഫോളോവേഴ്സ് ആയി എന്നുള്ളതായിരുന്നു. ഞാൻ എൻ്റെ ഒരു കെയും സെലിബ്രേറ്റ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എണ്ണുന്നത് ഞാൻ എത്ര പേരെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ 5000 കഴിഞ്ഞു, അത് ഞാൻ എണ്ണാറുണ്ട്. 5000 ആളുകളെ ഫോളോ ചെയ്യുമ്പോൾ ചിലപ്പം ചിലവർക്ക് അതിൽ കുറവായിരിക്കും. പക്ഷേ ഈ 5000 മനുഷ്യരെ ഞാൻ നേരിട്ട് കണ്ട്, അല്ലെങ്കിൽ അവരോടൊപ്പം സമയം സ്പെൻഡ് ചെയ്തിട്ട് ജീവിതത്തിൽ എടുത്ത മനുഷ്യരാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അത് നാളെ രാവിലെ സുക്കർബർഗ് ഇത് കൂട്ടിപ്പോയാലും അതവിടെ ഉണ്ടാവും. അത് ജീവിതത്തിലേക്ക് നമുക്ക് എടുക്കുന്ന ബന്ധങ്ങളാണ് എന്ന് കരുതി സോഷ്യൽ മീഡിയയിൽ പോയിട്ട് എല്ലാവരായിട്ടും ബന്ധം ഉണ്ടാക്കണം എന്നൊരർത്ഥം അതിലില്ല. പക്ഷേ നമ്മളൊരു വിഷയം വരുമ്പോൾ അല്ലെ, എല്ലാ വിഷയം വരുമ്പോൾ എല്ലാവരും കൂടി ഒരു മനുഷ്യനിട്ട് കൊത്തിപ്പറിക്കണ കാണാറുണ്ട്. അങ്ങനൊക്കെ വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറ്, ആ പൊസിഷനിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും അതിന് മറുപടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ പറ്റും. എല്ലാം ശരിയായ മനുഷ്യരൊന്നുമില്ല, എല്ലാം തെറ്റായ മനുഷ്യരുമില്ല. അപ്പോൾ ആ തെറ്റിലും അയാളുടെ ശരി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. ഇനി അയാൾക്ക് തെറ്റ് പറ്റി വയ്ക്കുക, അത് അയാളോട് മുഖത്ത് നോക്കി എൻ്റെ അടുത്ത് തെറ്റ് പറ്റിയതും അത് അയാളെ തിരുത്താൻ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തിരുത്തുക. അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അയാളോട് ഈ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള സങ്കുറ്റം കാണിക്കുക, അത്രേ ആവശ്യമുള്ളൂ. അത് ആ മനുഷ്യൻ തിരുത്തുന്നതും തിരുത്താത്തതും അയാളുടെ വ്യക്തിപരമായ ചോയ്സാണ്. പക്ഷെ ആ തെറ്റിൻ്റെ പേരിൽ അയാളെ പൂർണ്ണമായും അവഗണിക്കേണ്ടതില്ല, ഒരാളെയും പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതില്ല. ശരികളെ നമുക്ക് ശരികളുണ്ടോ എന്ന് നോക്കാം. പിന്നെ മനുഷ്യരിലേക്ക് വരുമ്പോഴേ ഇല എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ, അതിൽ ഫുള്ള് മനുഷ്യരാണ്. അപ്പോൾ ആ ഇലയെ പറ്റി പറയുകയാണെങ്കിൽ അത് വിശദീകരിച്ച് നിങ്ങൾ പറയണം, എന്താണ് ഇല? ഇൻസ്റ്റയിൽ കുറേ ആളുകൾ ചോദിക്കും എന്താ ഇല, ഞങ്ങൾക്ക് അത് വരണം എന്ന് ആഗ്രഹമുണ്ട്. അത് പറയാനുള്ള അർഹത ഉണ്ടോയെന്ന് വരെ സംശയമുള്ളൊരു സാധനം. കാരണം അങ്ങനെ വാക്കിൽ പറയാൻ കഴിയാറില്ല. പലപ്പോഴും നമ്മൾ പറയാറുള്ള ഇലയിൽ ഒരു ദിവസം വരണം, അവിടെ ഇലയുടേതായ കുറച്ച് ആളുകൾ, അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങൾ നാളെ വന്നാൽ നിങ്ങളൊരു ഇലയാണ്. അപ്പം വളരെ സിമ്പിളായിട്ട് ഇല എന്ന് പറയുന്നത്, ഇല എന്താണോ ചെയ്യുന്നത് പ്രോസസ്സ്, ഇല എന്താ ചെയ്യുന്നത്, ഇല ഉള്ളപ്പോൾ ഇലകൾ ചേർന്ന് നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് തണലാകും. ഓക്കെ, ഇതേ ഇല അതിൻ്റെ ഒരു പ്രായമാകുമ്പോൾ എല്ലാ ഇലകളും കൊഴിഞ്ഞു പോകലാണ്.
ഈ കൊഴിഞ്ഞു പോകുന്ന ഇലെന്താ വെച്ചാൽ അടുത്തൊരു ജനറേഷന് വളമാവും. സോ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊരു ഇല ആയാൽ മതി. നമ്മൾക്ക് പറ്റുന്ന പോലെ നമ്മൾ ചേർന്ന് നിന്നിട്ട് ഒരു തണലാവാൻ ശ്രമിക്കുക. മരിച്ചു പോകുമ്പോൾ നമ്മളെക്കൊണ്ട് വേറെ ആർക്കെങ്കിലുമൊക്കെ ആ കൊഴിഞ്ഞു പോയതിൽ നിന്ന് പോലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുക. മരിച്ചു പോകുമ്പോൾ ബാക്കിയാവുക എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണത്. അതായത് നമ്മൾ ചെയ്ത ചിലപ്പം പ്രവർത്തികളാവാം, നമ്മളുണ്ടാക്കിയ ബന്ധങ്ങളാവാം, അല്ലെങ്കിൽ നമ്മൾ പറയില്ല അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഭൂമിയിൽ അവശേഷിക്കുക. ആ അവശേഷിപ്പ് ഉണ്ടാക്കുക, ഒരു അടയാളം കുറിച്ചിടുക. അത് ചെയ്തില്ലെങ്കിലും ആരും നമ്മളോടൊന്നും പറയില്ല. പക്ഷെ നമ്മളോട് തന്നെ തൃപ്തിപ്പെടുത്താൻ നമ്മളത് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. അതെ അതെ. അപ്പുറത്ത് നിൽക്കേണ്ട ആളുടെ മനസ്സറിയാന്നുള്ളതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഇല ഫൗണ്ടേഷൻ. ഒറ്റ ചെറിയ അതും തെറ്റാണ്. നമ്മളറിയാം, എന്നിട്ടല്ലേ ബാക്കിയുള്ളവരറിയാം. നമ്മളെ അറിയാനുള്ളൊരു ശ്രമം നടത്തുക. നമ്മളെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ആ സംസ്കാരം ഞാൻ നന്നാവാനുള്ള ശ്രമം നടത്തിയാൽ എൻ്റെ ചുറ്റുമുള്ളവർ പിന്നെ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് ഓറായിരിക്കും. മനസ്സിലായോ? അപ്പം ബാക്കിയുള്ളവരെ നന്നാക്കലോ അവരെ ഉള്ളിലത്തെ നന്മ അറിയലോ ഒന്നല്ല. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, നമ്മളെ തിരുത്താൻ മുന്നോട്ട് പോവുക. അങ്ങനെ എല്ലാവരും തയ്യാറാവുന്ന ഒരു സ്പേസിൽ ഒരു സമയത്ത് അങ്ങനെ ഒരു സ്ഥാപനം പോലും ഉണ്ടാവരുന്നതാണ്. ഇല്ലാന്നുള്ള സ്ഥാപനം പോലും ശരിക്കും ഭൂമിയിൽ ബാക്കി ഉണ്ടാവില്ല. നമ്മളെ നന്നാക്കുന്നിടത്ത് നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ നന്നാവും. കാരണം എല്ലാവരും നന്നായല്ലോ. കഴിഞ്ഞ ആഴ്ചയാണ് പുസ്തകം റിലീസായത്. അപ്പോൾ പുസ്തകം എഴുതാനുണ്ടായ കാരണങ്ങളൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ടാണ് നിങ്ങൾ വൈഫ് തന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഒരുപാട് ഗിഫ്റ്റുകൾ വൈഫ് തന്നിട്ടുണ്ട്. അതിലുള്ള ആ സോഷ്യൽ മീഡിയത്തെ ഫോട്ടോ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റിൽ തന്നെ നിങ്ങളെ ഇമോഷൻ മനസ്സിലാവുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാനുണ്ടായ ഒരു കാരണം? അങ്ങനെ എഴുതാനുണ്ടായ ഒരു കാരണം വെച്ചാൽ ഒന്നാമത് നമ്മൾ ഭയങ്കര ജഡ്ജ്മെന്റിലാണ്. ഇപ്പം ഞാൻ 100 കോളേജിൽ പോയി വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും വളരെ കുറേ തെറ്റുകളുള്ള മനുഷ്യനാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും എൻ്റെ വൈഫിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവും. ഇത് കുറേ കൊല്ലങ്ങൾ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു തൻസി എന്ന് പറയുന്നത് മേക്കപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന, കുറച്ച് ഡ്രസ്സ് ചെയ്യുന്ന, ഞാൻ മുണ്ടെടുക്കുന്നത് ഇഷ്ടപ്പെടാത്ത, ഞാൻ ചെയ്യുന്ന പണികളിൽ ഒരു തൃപ്തനും അല്ലാത്ത, എന്നാൽ ഇതിൻ്റെ ഒരു അകത്തൊക്കെ കുഴപ്പമില്ല, വീർത്ത് ഇങ്ങനെ പോകുന്നുണ്ട്, അത് ഇഷ്ടമാണ്, അതിനാരും എതിർക്കണമില്ല, എൻ്റെ ഇഷ്ടങ്ങളൊന്നും തടുക്കാത്ത, പക്ഷെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളെന്ന് വിശ്വസിച്ചിരിക്കുക. അപ്പോൾ എൻ്റെ ഓരോ ബർത്ത്ഡേക്കും ആൾ ഗിഫ്റ്റ് തരും. ആൾക്കൊരിക്കലും ഈ ഗിഫ്റ്റിനെ കുറിച്ച് മറച്ചു വെക്കാനുള്ള കഴിവില്ല. ഒരാഴ്ച മുമ്പേ 2 ആഴ്ച മുമ്പേ ഞാൻ ഈ കാര്യം അറിയും, അത് പൊളിയും. എല്ലാ ബർത്ത്ഡേ ഇങ്ങനെ ഉണ്ടാവാറ്. അപ്പോൾ ഇതുപോലൊരു ബർത്ത്ഡേ വരുള്ളൂ, ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ ചെല്ലിടും. ചെന്ന സമയത്ത് ഒരു പെട്ടി തരുന്നു. ആ പെട്ടി തുറക്കുന്ന സമയത്ത് സ്ഥിരം പൂ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്തതാണെന്ന് അറിയാം. അത് മാറ്റുന്നു. പ്രണയത്തിൻ്റെ കാലാകാലങ്ങളായിട്ടൊരു പ്രതിബിംബമായിട്ടൊരു ഡയറി മിൽക്ക് ഉണ്ട്, അത് മാറ്റണം. ഇത് മാറ്റി അടിയിലേക്ക് നോക്കുമ്പോൾ കുതിരത്തിൻ്റെ കഹാനി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഉള്ളത്. ഞാനൊരു ബുക്ക് ഇറക്കണമെങ്കിൽ ഒരു പക്ഷേ എൻ്റെ പേരോ എൻ്റെ ഫോട്ടോ ഞാൻ വെക്കില്ല. അപ്പോൾ അത് കണ്ട സമയത്ത് ഞാൻ ശരിക്കും സ്റ്റക്കായി. ഞാൻ അതൊരു കവർ പേജ് മാത്രം വിചാരിച്ചു. എടുത്തു നോക്കിയ സമയത്ത് ഞാൻ ഒരു പക്ഷെ ഉള്ളുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവണം ഞാൻ പുസ്തകം ഇറക്കണം, പക്ഷെ അതിന് വേണ്ടി ഒരു പണി ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സാധനം എനിക്ക് വേണ്ടി ഒരാൾ ചെയ്തു എന്നുള്ള ഞാൻ പലപ്പോഴും ആളുകൾ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ മരിച്ചാൽ വേറെ ആരെയും ചെയ്തോളൂ, അത് മരിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യാനുള്ളതാണെന്നുള്ളൊരു ബോധ്യത്തിലുള്ള ചെയ്തപ്പോൾ ഞാൻ ആനന്ദത്തിൽ അങ്ങനെ ഒരു സങ്കടം കൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ കരയും, പക്ഷെ സന്തോഷം കൊണ്ട് കരയുന്ന മൊമെൻറ്റ്സ് വളരെ കുറവായിരിക്കും. അതിലത്തെ ഒന്നാണ്. അപ്പോൾ ഓളത് തന്നു എന്നുള്ളത് എന്നെ ഭയങ്കര കൗതുകപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. നമ്മളെ ഇടയിലുള്ള മനസ്സിലാക്കൽ കുറച്ചും കൂടി ഇങ്ങനെ ആഴത്തേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഭംഗിയാവുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയാണ്. കുതിരത്തിൻ്റെ കഹാനി അത് മാറ്റണമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ എൻ്റെ അടുത്ത് നജീബ്ക്ക് പറഞ്ഞത് അത് ഓള് തന്നതാണ്. അപ്പം അത് അങ്ങനെ ഇരിക്കട്ടെ, ഈ ബോധപൂർവ്വം ചെയ്യാത്തിടത്തോളം അത് മാറ്റേണ്ടതില്ല. എനിക്കൊരു ക്രിഞ്ച് ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ഒരാൾക്ക് കൊടുക്കുമ്പോൾ, എൻ്റെ തല, എൻ്റെ ഫിഗർ. പക്ഷെ അതങ്ങനെയല്ല. എന്താണ് കുതിരത്തിൻ്റെ കഹാനിൻ്റെ ഒരു സ്റ്റോറി? ആ കഥ പറയണമെങ്കിൽ പുസ്തകത്തിൻ്റെ ഒരു ചെറിയൊരു വിവരണമാക്കിയിട്ട് പറയണമെങ്കിൽ, കുതിരത്തിൻ്റെ കഹാനി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവളാണ് എഴുത്തുകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞാനുമായി ചുറ്റിപ്പറ്റി എന്നുള്ള ആളുകളുടെ അങ്ങനെ ഒരു കഥകൾ, അതായത് എൻ്റെ കഥ പെട്ടെന്ന് ഒരാൾ ചോദിച്ചാൽ കിട്ടുന്ന കഥകളെ ചേർത്ത് വെച്ചൊരു പുസ്തകം, അങ്ങനെയാണത്. പക്ഷെ അതെൻ്റെ കണ്ണിലൂടെ ഞാൻ കണ്ട മനുഷ്യരാണ്. അപ്പോൾ ആ മനുഷ്യരുടെ എല്ലാ ഭംഗിയും അതിനകത്ത് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ എഴുത്തുകൾ വായിക്കാൻ വേണ്ടിയുള്ള ഒരാളെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ എഴുത്തുകളൊക്കെ മുമ്പെപ്പോഴും എഴുതിയിട്ട എഴുത്തുകളാണ്. അതൊന്നും ഞാൻ പോലും ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല.
പക്ഷെ എനിക്കൊരു തിരിഞ്ഞുനോട്ടം കൂടിയായിരുന്നു ആ പുസ്തകം. കാരണം അത് പ്രൂഫ് റീഡ് ചെയ്യാൻ കൊടുത്തപ്പോൾ ഭയങ്കര രസകരമായിട്ടൊരു സംഭവം ഉണ്ടായി. അതായത് തിരുവനന്തപുരത്തുള്ള ഒരാളാണ് ഇത് പ്രൂഫ് റീഡ് ചെയ്തത്. അയാൾ എനിക്ക് തിരിച്ച് മെസ്സേജ് അയച്ചു, ഇത് മുഴുവൻ പൊട്ടത്തെറ്റാണ്. അപ്പോൾ ഞാൻ എന്താണ് തെറ്റ്, അപ്പോൾ ഇങ്ങനെ റെഡ് കളറിൽ മാർക്ക് ചെയ്തു. ഞാനതെടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും തെറ്റല്ല, ഇതൊക്കെ എൻ്റെ ശരികളാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലോ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലോ സംസാരിക്കുന്ന ഒരു രീതി ചിലപ്പം പരിചിതമാവില്ല. പക്ഷെ അതങ്ങനെ എങ്ങനെയാണോ അങ്ങനെയാണ് ആ പുസ്തകം ഉള്ളത്. അത് ആളുകൾ സ്വീകരിക്കുന്നതാണ് ഇപ്പം എൻ്റെ സന്തോഷം. നിങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന മനുഷ്യരാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ എന്താ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ? ഞാനത് പറയാറുണ്ട്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഒരു സാധനം. ഏറ്റവും സിമ്പിളും ഏറ്റവും കോംപ്ലിക്കേറ്റഡും. അതായത് ഒരു തൊട്ടപ്പുറത്തുള്ള ആൾ വെറുതെ ഒന്നിങ്ങനെ മൂക്ക് 2 മിനിറ്റ് പൊത്തി പിടിച്ചാൽ മരിക്കും. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അപ്പുറത്തിരിക്കുമ്പോൾ ഈ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോലും അറിയില്ല. ഈ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഈ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ചെങ്ങായിന് വെറുതെ ഒന്ന് മോട്ടറാക്കി വിട്ടേക്കാം എന്ന് ഈ ചിന്തിക്കണ്ടോ എന്ന് പോലും അറിയില്ല. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ മനസ്സ്. അപ്പം ആ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനസ്സ് ഇത്രയും സിമ്പിളായ ഒരു ശരീരത്തിന് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു പരിപാടി. അതിനിടയിൽ നമ്മൾ ഇത്രയും മനുഷ്യന്മാരും ഇത്രയും കോംപ്ലക്സിറ്റിയിലും നമ്മളെങ്ങനെ അത്രയും സിമ്പിളായിട്ട്, അതായത് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ശരിക്കും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് അത്ഭുതം. അത്രയും കോംപ്ലക്സിറ്റിയുടെ ഇടയിൽ വലിയ കണക്ഷനൊന്നും നമ്മൾ തമ്മിലില്ല, പക്ഷെ രസകരമായി നമ്മൾ സംസാരിച്ചു. ഇങ്ങനെയാണ് ഞാൻ ഓരോ മനുഷ്യരും പരിചയപ്പെടാറ്. ഒരു തവണ കണ്ടതാണോ എന്നുള്ളത് പോലും അത്രയും ഞാൻ പറഞ്ഞു, ഒരാളെ എടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അയാളെ ജീവിതത്തിൽ എടുക്കും. ഞാൻ ആ ഒരു കാര്യം എപ്പോഴും പറഞ്ഞു ചേർക്കും. അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ പലപ്പോഴും ഫാനാണെന്നുള്ളൊരു വാക്ക് പറയുമല്ലോ, അത് ആ പരിചയപ്പെടുന്ന വരെ അയാൾ അത് കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ എൻ്റെ നല്ല സുഹൃത്തായിട്ട് നിൽക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം ഞാനൊരാളെ അങ്ങനെ കാണാറില്ല. അയാളുടെ ടാലൻറ്റുകളെ മുഴുവൻ റെസ്പെക്റ്റ് ചെയ്യുക തന്നെ ഞാൻ എപ്പോഴും 2 മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധമായിട്ടാണ് അതിനെ കാണല്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ജുനീദ് എന്നോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് അറിയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഞാൻ ചോദിച്ചു, പൈസയോ കാറോ അങ്ങനെ എന്തെങ്കിലും ആവും? എൻ്റെ അടുത്ത് പറഞ്ഞു, അതല്ല, അത് ഈ ഉണ്ടാക്കിയ സൗഹൃദങ്ങളാണ്. അതായത് ഞങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ നിങ്ങളൊക്കെ. അങ്ങനത്തെ ഒരു എന്താ പറയുക, എനിക്ക് നല്ല ഉറപ്പുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ അടുത്ത് ഒന്നുമില്ലാതിരുന്നാലും എനിക്ക് ഒരു പറ്റം മനുഷ്യർ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒറ്റപ്പെടാറില്ല. ഞാനൊരിക്കലും വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ല. ഞാനൊരിക്കലും ഒരു ഗ്യാങ്ങിൻ്റെയും ഭാഗമാവാറില്ല. എവിടെ ഒരു ഗ്യാങ് ഫോം ആവുന്നോ അപ്പം ഞാൻ അവിടെ നിന്ന് സ്കൂട്ടാവാറുണ്ട്. ഞാൻ എപ്പോഴും ആളുകളെ കീപ്പ് ചെയ്യാറുള്ളത് ഇൻഡിവിജ്വൽ കണക്ഷൻസാണ്. കാരണം ആ ഗ്യാങ്ങിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. നമ്മളെത്തുന്ന നാളൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് ആ ഗ്യാങ്ങിനെയും ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനും നിങ്ങളും തമ്മിലുള്ളതാണ് ബന്ധം. അങ്ങനെ ഒരു പറ്റം മനുഷ്യരെ ജീവിതത്തിൽ എടുത്തുകയെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാ ബന്ധങ്ങളും ഉഷാറാവട്ടെ, നമ്മളെ ബന്ധവും അടിപൊളിയാവട്ടെ. അപ്പോൾ ഇൻസ്ട്രീമിലേക്ക് വന്നതിനും അല്ലാതെ ഞാൻ വന്നിരിക്കൂലല്ലോ വന്നതിനും ഇൻസ്ട്രീമിലേക്ക് വന്നതിനും സംസാരിച്ചതിനൊക്കെ സന്തോഷം. താങ്ക് യു സോ മച്ച്.